ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 15 ശ്ലോകം 8. ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുമ്പോൾ പെട്ടെന്ന് യഥാർത്ഥ ജ്ഞാനമുണ്ടായി എങ്കിലും പെറ്റു വീഴുമ്പോൾ ആ ജ്ഞാനം നഷ്ടപ്പെട്ട് കഷ്ടപ്പാടുകളോട് കൂടിയിട്ട് ബാല്യം കഴിച്ചു കൂട്ടി യൗവനകാലത്ത് പിന്നെ മോഹിക്കുക തന്നെ ചെയ്യുന്നു. കഷ്ടം. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്ദുരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. അതായത് 5-ാം മാസത്തിൽ ഗർഭത്തിൽ ചൈതന്യം ഉണ്ടാകുന്നു. പിന്നീട് ദിവസവും പൂക്കൾക്കൊടിയിലൂടെ മാതാവിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമുള്ള അന്നരസം സ്വീകരിച്ച് ഗർഭസ്ഥപിണ്ഡം വളരുന്നു. കർമ്മഫലത്താൽ അക്കാലത്ത് മരണം ഉണ്ടാവുന്നില്ല. തൻ്റെ പൂർവ്വജന്മങ്ങളെ കർമ്മങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ എപ്പോഴും ചിന്തിച്ച് ദുഃഖിച്ചിട്ട് മാതൃഗർഭത്തിലെ ചൂട് സഹിക്കാൻ കഴിയാതെ ഈ സ്ഥിതി വന്നതിലുള്ള കാരണങ്ങൾ പറയാണ് ജീവൻ. നിരവധി യോനികളിൽ ജനിച്ച് ഞാൻ എത്രയോ കർമ്മങ്ങൾ അനുഭവിച്ചു. 100,000 കോടി പുത്രന്മാർ, ഭാര്യമാർ, ബന്ധുക്കൾ എന്നിവരോടും നിരവധി സമ്പത്തോടും കൂടിയിട്ട് എത്ര ജന്മങ്ങൾ കഴിഞ്ഞു. നിത്യവും കുടുംബഭരണത്തിൽ മാത്രം താല്പര്യത്തോടു കൂടിയിട്ട് അന്യായ മാർഗത്തിലൂടെ ദിവസം തോറും ധനം സമ്പാദിച്ചു കൂട്ടി. അക്കാലത്തൊന്നും മഹാവിഷ്ണുവിനെ സ്മരിച്ചില്ല. കൃഷ്ണ കൃഷ്ണ എന്നും ഒരിക്കലും ജപിച്ചില്ല. അതിൻ്റെ എല്ലാം ഫലമാണ് ഞാനിപ്പോൾ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് എപ്പോൾ അവസരം ലഭിക്കും? ഇനി ദുഷ്കർമ്മം ഒന്നും ഞാൻ ചെയ്യുകയില്ല. തൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ശ്രീനാരായണനെ ഒഴിച്ച് മറ്റാരെയും ഇനി ഒരിക്കലും ഞാൻ പൂജിക്കുകയില്ല. ഇങ്ങനെ ചിന്തിച്ച് ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി. അങ്ങനെ മാസം തികയുന്ന സമയത്ത് മനോദുഃഖത്തോടെ ഭൂമിയിൽ ജനിക്കുന്നു. ഭൂമിയിൽ ജനിച്ചോട് കൂടിയിട്ട് മായയ്ക്ക് അധീനനാവുന്നു. മാതാപിതാക്കന്മാർ പരിപാലിച്ചാൽ തന്നെ ബാല്യകാല ദുഃഖങ്ങൾ ദുസ്സഹങ്ങളായിരിക്കും. യൗവനത്തിലെ വാർദ്ധക്യത്തിലെയൊക്കെ ദുഃഖങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ സഹിക്കാൻ കഴിയുന്നതല്ല. ഒക്കെയാണ് രാമായണത്തിൽ സമ്പാദ്യവാക്യത്തിൽ പറയണത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 8-ാമത്തെ ശ്ലോകം. അതായത് അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമമായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും ഗതികളാണ് 8-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. പിതൃസുരഗണയാജി ധാർമ്മികോയോ ഗൃഹസ്ഥ സജ നിബധതി കാലേ ദക്ഷിണാധ്വോപഗാമി മയി നിഹിതമകാമം കർമ്മദൂതക് പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി. പിതൃസുരഗണയാജി ധാർമ്മികോയോ ഗൃഹസ്ഥഃ സജ നിബധതി കാലേ ദക്ഷിണാധ്വോപഗാമി മയി നിഹിതം അകാമം കർമ്മ തു ഉദക് പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി. ധാർമ്മികഃ യഃ ഗൃഹസ്ഥഃ പിതൃസുരഗണയാജി. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥൻ പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്നുവോ സഹജ ആ ധാർമ്മികനും ദക്ഷിണാധ്വോപഗാമി തെക്കൻ വഴിക്ക് പോയിട്ട് കാലേ നിബധതി അതായത് പുണ്യക്ഷയം വരുന്ന കാലത്ത് അധപതിക്കുന്നു. മയി നിഹിതം അകാമം എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഫലേച്ഛ കൂടാതെ കർമ്മം തു ഉദക് പദാർത്ഥം ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മമാകട്ടെ വടക്കൻ വഴിക്കുള്ളതാണ്. ഇതി കപില തനുഹു ത്വം ദേവഹൂത്യേ നഗാദി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്ദുരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥൻ പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്നുവോ ആ ധാർമ്മികനും തെക്കൻ വഴിക്ക് പോയിട്ട് പുണ്യക്ഷയം വരുന്ന കാലത്ത് അധപതിക്കുന്നു. എന്നെ സമർപ്പിച്ചുകൊണ്ട് അതായത് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മമാകട്ടെ വടക്കൻ വഴിക്ക് ഉള്ളതാണ്. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്ദുരുവടി അമ്മയായ ദേവഹൂതിയോട് അരുളി ചെയ്തു. പുക രാത്രി കർത്തപക്ഷം ദക്ഷിണായനം എന്ന വിധത്തിൽ തെക്കൻ വഴിക്ക് പോയാൽ ചന്ദ്രലോകത്തിൽ ചെന്ന് സൂക്ഷിക്കാം. പുണ്യം തീർന്നാൽ ഭൂമിയിലേക്ക് മടങ്ങിപ്പോരണം. വെളിച്ചം പകൽ വെളുത്ത പക്ഷം ഉത്തരായണം എന്ന വിധത്തിൽ വടക്കം വഴിക്ക് പോയാൽ സൂര്യലോകത്തിലൂടെ ധ്രുവപദം വരെ ഉയർന്ന് മുക്തി പ്രാപിക്കാം. മടങ്ങിപ്പോരേണ്ടതായിട്ട് വരികയില്ല. ധനത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് ദേവന്മാർക്ക് യാഗവും പിതൃക്കൾക്ക് ശ്രാദ്ധവും ഒക്കെ ചെയ്യുന്ന ധാർമ്മികനായ ഗൃഹസ്ഥൻ തെക്കൻ വഴിക്ക് യാത്ര ചെയ്യുന്നു. പുണ്യാവസാനത്തിൽ അധപതിക്കുന്നു. ഫലേച്ഛ കൂടാതെ വേദവിഹിതങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പുണ്യവാൻ വടക്കം വഴിക്ക് പോയിട്ട് മുക്തി പ്രാപിക്കുന്നു. അവന് ഒരിക്കലും അധപതനമില്ല. ഈ ഗതിയുടെ സ്വഭാവം ഭാഗവതം 4-ാം ദശകത്തിൽ വിവരിച്ചിട്ടുണ്ട്. 6, 7, 8 ശ്ലോകങ്ങളെ കൊണ്ട് കർമ്മങ്ങളുടെ സ്വഭാവവും ഫലവുമാണ് വിവരിച്ചത്. പാപകർമ്മങ്ങൾ ചെയ്താൽ നരകം, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും രണ്ടും ചെയ്താൽ
കർമ്മങ്ങൾക്കനുസരിച്ച് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ചയനം എന്ന ക്രമത്തിൽ അവസാനമില്ലാത്ത സംസാരയാത്ര. ഫലേച്ഛയോട് കൂടിയിട്ട് പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്താൽ സ്വർഗം, നിഷ്കാമമായിട്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം എന്നാണ് വ്യവസ്ഥ. ഇവയിൽ നാലാമത് പറഞ്ഞ വിധം കർമ്മം ചെയ്യുന്നവരത്രേ കർമ്മയോഗികൾ. അവർക്കും ഭക്തി വേണം താനും. അതിനാൽ ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠം എന്ന് താല്പര്യം. പിതൃസുരഗണയാജീ ധാർമ്മികോയോ ഗൃഹസ്ഥ സജ നിവദതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമം കർമ്മദൂത പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി. പിതൃസുരഗണയാജി ധാർമ്മികോയോ ഗൃഹസ്ഥ സജ നിവദതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമം കർമ്മദൂത പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി. പിതൃസുരഗണയാജി ധാർമ്മികോയോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമം കർമ്മദൂത പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി. പിതൃസുരഗണയാജി ധാർമ്മികോയോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാധോപഗാമി മയി നിഹിതമകാമം കർമ്മദൂത പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.